ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ഒളിമ്പ്യാഡ്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജയമോ എക്സാം റിലേറ്റ് ചെയ്ത് കുറച്ച് ജോമെട്രി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആരെങ്കിലും ഈ ഒരു ജയമോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് ജയമോ റിലേറ്റഡ് സെഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടൈം കളയാതെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ such that the largest is twice the smallest and the third is 20 degree more than the smallest. Find all the angles. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക, ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു 3 ആംഗിൾസ് എ ബി സി ആണെന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഏറ്റവും ബിഗ്ഗർ ആംഗിൾ നമ്മൾ എ ആണെന്ന് കൺസിഡർ ചെയ്യാണ്. അതിനേക്കാളും തൊട്ട് കുറവായിട്ട് ബി, പിന്നെ സി. അപ്പോൾ ഏറ്റവും ബിഗ്ഗർ ആംഗിൾ എ വന്നു, പിന്നെ ബി വന്നു, പിന്നെ സി വന്നു. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, 3 ആംഗിൾ കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 3 ആണ്, 180 ഡിഗ്രി ആണ്. ഈ പറയുന്ന കാര്യം നോക്കാം. ദ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ സച്ച് ദാറ്റ് ലാർജസ്റ്റ് ഈസ് ട്വൈസ് ദ സ്മോളസ്റ്റ്. അപ്പോൾ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എ ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ട്വൈസ് ദ സ്മോളസ്റ്റ്, ദാറ്റ് മീൻസ് 2c ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. ഇനി തേർഡ്, അപ്പോൾ തേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എനെയും സീനെയും കുറിച്ച് ഇവിടെ പറഞ്ഞു. തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്. B is 20 more than the smallest. അതായത് B is equal to 20 plus C എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് A plus B plus C is equal to 180 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ A എന്ന് പറഞ്ഞാൽ എന്താ, A എന്ന് പറഞ്ഞാൽ 2C ആണ്. അപ്പോ 2C പ്ലസ് B എന്ന് പറഞ്ഞാൽ എന്താ, B is equal to 20 plus C ആണ്. ഓക്കെ, 20 plus C പ്ലസ് സി എന്ന് പറഞ്ഞാൽ സി എന്നെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, സി ഇസ് ഈക്വൽ ടു 180. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ മാറി നോക്കുക. എന്റെ പകരം എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 180 ആയിരുന്നു. അതിൽ എന്റെ പകരം നമ്മൾ 2c കൊടുത്തു, അതാണ് ഇവിടെ 2c കാണുന്നത്. അതുപോലെ തന്നെ ബിന്റെ പകരം നമ്മൾ 20 പ്ലസ് സി കൊടുത്തു, 20 പ്ലസ് സി ആണ് ഇവിടെ കാണുന്നത്. സിന്റെ പകരം എന്ത്, സിന്റെ പകരം ഒന്നുമില്ല, സി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ജസ്റ്റ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, 2c പ്ലസ് സി പ്ലസ് സി, ദാറ്റ് മീൻസ് 2c സി സി, ടോട്ടൽ 4c ആണ്. പ്ലസ് 20 വരുന്നുണ്ട്, ഈസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ പ്ലസ് 20 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -20 ആവും. 4c is equal to 180 minus 20, അതായത് 4c is equal to 160 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ c is equal to 160 divided by 4 വരും അല്ലേ. ഇവിടെ 4 into c ആയിരുന്നു, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ 4 ആവും. ദാറ്റ് മീൻസ് c is equal to 40 എന്ന് വന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ സിന്റെ വാല്യൂ നമുക്ക് 40 ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ വാല്യൂ എത്രയായിരിക്കും, എ എന്ന് പറയുന്നത് 2c ആണ്, അതായത് 2 into 40 ഈക്വൽ ടു 80 ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ബിന്റെ വാല്യൂ എത്ര വരിക, ബി ഈക്വൽ ടു 20 പ്ലസ് സി ആണ്. ദാറ്റ് മീൻസ് 20 പ്ലസ് സിന്റെ വാല്യൂ 40 ആണ്, ഈക്വൽ ടു 60 ഡിഗ്രി ആണ് വരിക. ഓക്കെ, ഇതൊക്കെ ആംഗിൾ ആണ്. അപ്പോൾ എ ഈക്വൽ ടു 80 ഡിഗ്രി, ബി ഈക്വൽ ടു 60 ഡിഗ്രി, C is equal to 40 ഡിഗ്രി. ഇതായിരിക്കും നമുക്ക് അവിടുത്തെ ആംഗിൾ മെഷേഴ്സ് എന്ത് ചെയ്യാം, വരുന്നുണ്ടായിരിക്കാം, 3 ആംഗിൾസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇൻ ട്രയാംഗിൾ എ ബി സി, ആംഗിൾ എ is equal to 90 ഡിഗ്രി, എ ബി is equal to 6 സെന്റിമീറ്റർ, എ സി is equal to 8 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാംഗിൾ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആംഗിൾ എ is equal to 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്ത് കൈൻഡ് ഓഫ് ട്രയാംഗിൾ ആണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ട്രയാംഗിൾ ജസ്റ്റ് ഫോം ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് 90 ഡിഗ്രി, ആംഗിൾ എന്റെ അവിടെയാണ്, ഇവിടെ എ മാർക്ക് ചെയ്യാം, എ ബി സി. അപ്പൊ എ ബി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, അതുപോലെ തന്നെ എ സി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ബി സി ആണ് നമുക്ക് കാണാനുള്ളത്, ബി സി ആണ് ഹൈപ്പോട്ടന്യൂസ് വരുന്നത്. അപ്പൊ ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ, എ ബി എന്ന് പറയുന്നത് 6 ആണ്, 6 സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ അല്ലേ, അതായത് എ സിന്റെ സ്ക്വയർ 8 സ്ക്വയർ. ഓക്കെ, അപ്പോ 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്, പ്ലസ് 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. 8 into 8 64 ആണ്. സോ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36 പ്ലസ് 64 100 ആണ്. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. ഓക്കെ, ഇപ്പൊ ബി സി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഒന്നാമത്തെ ആൻസർ ആയി, എന്താണ്, ലെങ്ത് ഓഫ് ബി സി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, എന്താണ്, പെരിമീറ്റർ ഓഫ് ദ ട്രയാംഗിൾ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 3 സൈഡും കൂടി ആഡ് ചെയ്യുക. അപ്പൊ പെരിമീറ്റർ എത്ര വരിക, പെരിമീറ്റർ 6 പ്ലസ് 8 പ്ലസ് 10 ആണ്. അപ്പൊ 6 പ്ലസ് 8 എന്ന് പറയുന്നത് 14 ആണ്, 14 പ്ലസ് 10 24 സെന്റിമീറ്റർ ആണ്. ഓക്കെ,
പെരിമീറ്റർ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പറയുന്നത് 2 angles of a triangle are 3x degree and 2x plus 20 degree. The exterior angle on the third side is 4x plus 40 degree. Find x and all the 3 interior angles. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് കാണാനുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും നമുക്ക് കാണാനുണ്ട്. നമുക്ക് ഒരു റഫ് ട്രയാങ്കിളിന്റെ പിക്ചർ വരക്കാം. ഓക്കെ, നോക്കുക. ഓക്കെ, ഫസ്റ്റത്തെ ആംഗിൾ നമുക്ക് 3x ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ആംഗിൾ 2x plus 20 ആണ്. മൂന്നാമത്തെ ആംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 4x plus 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ലീനിയർ പെയർ അല്ലേ? ഇത് ലീനിയർ പെയറിൽ ഈ രണ്ട് ആംഗിളും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180യിൽ നിന്ന് ഈ ഒരു ആംഗിൾ മൈനസ് ചെയ്താൽ മതി. നോക്കുക, 180 മൈനസ് 4x plus 40. അപ്പൊ ഈ ഒരു മൈനസ് എന്താണ്? രണ്ട് ടേമിനും കൃത്യമായിട്ട് ബാധകമാണ്. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ലൈക്ക് 180 minus 4x minus 40. സോ 180 minus 40 എന്ന് പറയുന്നത് 140 ആണ്. 140 minus 4x എന്നാണ് വരിക. ഈ ഒരു ആംഗിള് 140 minus 4x ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ് കിട്ടുക എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാലുള്ള സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ആയിരിക്കും. ജസ്റ്റ് നോക്കുക, 3x plus 2x plus 20 plus 140 minus 4x is equal to 180. ഓക്കെ, 3x plus 2x 5x ആണ്. 5x minus 4x, 5xൽ നിന്ന് 4x പോയി കഴിഞ്ഞാൽ ബാക്കി x ആണ് ഉണ്ടാവുക. അപ്പൊ x plus 20 is equal to 180. Sorry. So 3x, sorry. So 3x plus 2x 5x ആണ്. 5x minus 4x എന്ന് പറഞ്ഞാൽ വെറും x ആണ് അല്ലെ? 1x അല്ലെങ്കിൽ x എന്ന് കൊടുക്കാം. 20 plus 140 ദാറ്റ് മീൻസ് 160 ആണ്. 160 is equal to 180 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ പ്ലസ് 160 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 160 ആവും. x is equal to 180 minus 160 is equal to 20 ആണ് വരിക. എക്സിന്റെ വാല്യൂ 20 ആണ്. ഇനി ഓരോ ആംഗിൾസ് ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ആംഗിൾ 3x ആണ്. ഫസ്റ്റത്തെ ആംഗിൾ 3x ആണ്. ദാറ്റ് മീൻസ് 3 into 20 is equal to 60 ഡിഗ്രി ആണ് ഫസ്റ്റത്തെ ആംഗിൾ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി എന്താണ്? എക്സിന്റെ വാല്യൂ ആണത് 20 നമുക്ക് കിട്ടി. അപ്പൊ ഫസ്റ്റത്തെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. രണ്ടാമത്തത് 2x plus 20 ആണ്. 2x plus 20 ദാറ്റ് മീൻസ് 2 into എക്സിന്റെ വാല്യൂ 20 ആണ്. 2 into 20 plus 20 ദാറ്റ് മീൻസ് 2 into 20 40 ആണ്. 40 plus 20 60 ഡിഗ്രി ആയി. മൂന്നാമത്തെ ആംഗിൾ 140 minus 4x ആണ്. അപ്പോൾ 140 minus 4 into x 4 into 20. ഓക്കെ, ദാറ്റ് മീൻസ് 140 minus 80 is equal to അതും എന്ത് തന്നെയാണ് വരിക? 60 ഡിഗ്രി തന്നെയാണ് വരിക. അപ്പോൾ 3 ആംഗിളും 60 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഇതൊരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണ്. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണെന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 2 parallel lines are 5 meter apart. Okay, a line segment of length 13 centimeter has its endpoints on each line. Find the horizontal displacement between 2 endpoints. Okay, ക്വസ്റ്റ്യൻ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. ബട്ട് അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനേ ഡിഫിക്കൽറ്റി ഉണ്ടാവുള്ളൂ. ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിചയപ്പെടാം. ഞാനൊരു ലൈൻ വരക്കാണ് ആദ്യം. ഓക്കെ, ഇതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ കൂടി വരക്കാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഈ രണ്ട് ലൈനിന്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായത്? ഇവിടെ പറയുന്നുണ്ട് 2 parallel lines അവർ 5 സെന്റിമീറ്റർ അപ്പാർട്ട് ആണ്. അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ അല്ല 5 സെന്റിമീറ്റർ അപ്പാർട്ട് ആണ്. അപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരക്കാം. അതിനെ കൂട്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇനി ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ആ ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യാണ്? ഓരോ എൻഡ് പോയിന്റും ഈ രണ്ട് ലൈൻസിലായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം. ഇപ്പൊ ഇങ്ങനെ എന്തായാലും വരക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി 5 ഉള്ളൂ. നമുക്ക് 13 സെന്റിമീറ്റർ ആണ്. എന്തായാലും ചെരിച്ചിട്ട് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇതിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് വരക്കാണ്. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ആണ്.
നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ലൈനിന്റെ ഒരു എൻഡ് പോയിന്റ് ഈ ഒരു പോയിന്റ് ആണ്. രണ്ടാമത്തെ എൻഡ് പോയിന്റ് ഇതാണ്. അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു അല്ലെങ്കിൽ ഒരു പൈതഗോറസ് തിയറം വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ് സിംപ്ലി പറഞ്ഞാൽ. ഓക്കെ, ഇത് ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ ഫോം ആയി, ഇവിടെ 90 ഡിഗ്രി ആണ് വരെ. എങ്ങനെ ഇവിടെ 90 ഡിഗ്രി ആണ് കിട്ടിയത്? നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് 13 ആണ്, അതിന്റെ ഹൈറ്റ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേസ് ആണ് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ നമുക്ക് ഇതാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു ബേസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ബേസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ദാറ്റ് മീൻസ് 13ന്റെ സ്ക്വയറിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഈക്വൽ ടു 13ന്റെ സ്ക്വയർ 13 into 13 169 ആണ്, മൈനസ് 5 സ്ക്വയർ 5 into 5 25 ആണ്. സോ നോക്കുക, ഈക്വൽ ടു 169 മൈനസ് 25 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 144 ആണ്. റൂട്ട് ഓഫ് 144 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലെങ്ത് എത്ര കിട്ടി? 12 സെന്റിമീറ്റർ കിട്ടി. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഹലോ 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 അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 4 ഈസ് തീറ്റ. ഓക്കെ, ഫൈൻഡ് തീറ്റ ആൻഡ് ക്ലാസിഫൈ ഇറ്റ് ആസ് അക്യൂട്ട്, റൈറ്റ് ഓർ ഒബ്റ്റ്യൂസ്. ഓക്കെ, സമയം എത്രയാണ്? 4 മണിയാണ്. ഇറ്റ്സ് AM ആയിക്കോട്ടെ PM ആയിക്കോട്ടെ. നമ്മളൊരു ക്ലോക്ക് ആവുന്ന സമയത്ത് അവിടെ നമുക്ക് AM ആയാലും PM ആയാലും ഡിഫറൻസ് ഒന്നും വരുന്നില്ല. കാരണം 12 അവർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അല്ലെ, അതായത് അവർ ഹാൻഡിന്റെയും മിനിറ്റ് ഹാൻഡിന്റെയും ഇടയിലുള്ള ഈ ആംഗിൾ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് അതെന്തല്ല ഒരു വിഷയവും തന്നെ വരുന്നില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 4 മണിയുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഞാനൊരു ജസ്റ്റ് സർക്കിൾ വരക്കാണ്. ഈ ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം 360 ഡിഗ്രി ആയിരിക്കും അല്ലെ, ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ അവിടെ 12 ഹവേഴ്സ് ആണല്ലോ. ദാറ്റ് മീൻസ് 12 ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ 12 ഡിവിഷൻ എന്ന് ഉദ്ദേശിച്ചത് ഇത് 3 ആണ്, ഇത് 2 ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാവും. 3ന്റെയും 4ന്റെയും ഇടയിൽ അടുത്തൊരു ഡിവിഷൻ. ഓക്കെ, 4ന്റെയും 5ന്റെയും അടുത്തൊരു ഡിവിഷൻ, 5ന്റെയും 6ന്റെയും ഇടയിൽ അടുത്തൊരു ഡിവിഷൻ. ഇങ്ങനെ 12 ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ 360 നമ്മൾ എന്ത് ചെയ്യുക? 12 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. 360 ഡിവൈഡ് ബൈ 12. ദാറ്റ് മീൻസ് ഓരോ ഡിവിഷനും 30 ഡിഗ്രി ആണ്. ഓരോ ഡിവിഷനും 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ സെന്റർ ആണ്, ഇത് 12 ആണ്, ഇവിടെ 1 ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ 12ന്റെയും 1ന്റെയും ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി. അതുപോലെ തന്നെ 1ന്റെയും 2ന്റെയും ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി. അതുപോലെ തന്നെ 2ന്റെയും 3ന്റെയും ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, ഇനി 3ന്റെയും 4ന്റെയും ഇടയിലുള്ള ആംഗിളും 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടെയാണ് 4 മണി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക? മിനിറ്റ് ഹാൻഡ് ഉണ്ടാവുക അല്ലെ. ഇവിടെയാണ് മിനിറ്റ് ഹാൻഡ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെയാണ് അവർ ഹാൻഡ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ 30 30 30 30 4 തവണ 30 വന്നു. 30 + 30 + 30 + 30 എത്രയാണ്? 120 ഡിഗ്രി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 120 ഡിഗ്രി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ക്ലാസിഫൈ ഇറ്റ് ആസ് അക്യൂട്ട്, റൈറ്റ് ഓർ ഒബ്റ്റ്യൂസ്. 120 ഡിഗ്രി എന്ന് പറയുന്നത് അക്യൂട്ട് ആണോ? അക്യൂട്ട് എന്ന് പറയുന്നത് 0ന്റെയും 90ന്റെയും ഇടയിലായിരിക്കണം ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത്. ഇവിടെ 120 ആണ് വരുന്നത്. അപ്പൊ അക്യൂട്ട് അല്ല. ഇനി റൈറ്റ് ആംഗിൾ ആണെങ്കിലോ അത് കൃത്യമായിട്ട് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ റൈറ്റ് ആംഗിളും അല്ലാന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ദ ആൻസർ ഈസ് ഒബ്റ്റ്യൂസ് അല്ലേ. 90യുടെയും അതുപോലെ തന്നെ 180യുടെയും ഇടയിലാണെങ്കിൽ അത് നമുക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് ലെങ്ത് 30 സെന്റിമീറ്റർ and breadth 24 centimeter is to be cut into minimum number of equal square pieces with no wastage. Find the side of each square and number of pieces. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്കൊരു റെക്ടാങ്കുലർ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് സ്ക്വയർ പീസസ് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്ത് വരരുത്? വേസ്റ്റേജ് വരരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിനിമം നമുക്ക് എത്ര സ്ക്വയർ പീസ് ആണ് കട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ സ്ക്വയർ പീസ് നമുക്ക് മിനിമം ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സ്ക്വയറും ബിഗ്ഗർ സ്ക്വയേഴ്സ് ആക്കി വെക്കണം. അതായത് ഇപ്പൊ മാക്സിമം വലിയ വലിയ സ്ക്വയേഴ്സ് ആക്കി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സ്ക്വയറിന്റെ എണ്ണം വളരെ കുറയും. ഓക്കെ, അപ്പൊ വെറുതെ സ്ക്വയർ പീസ് അങ്ങനെ വലുതാക്കി മുറിച്ചാൽ മതിയോ? പറ്റില്ല. കൃത്യമായിട്ട് വേസ്റ്റേജ് വരാത്ത രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്ക്വയർ പീസ് മുറിക്കാൻ.
അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് HCF ആണ്, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കുള്ള രണ്ട് നമ്പർ 30യും അതുപോലെ തന്നെ 24 ആണ്. ഇപ്പൊ 30ന്റെയും 24ന്റെയും HCF എത്രയും നോക്കാം. 30 എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് 6 into 5 ആണ്. 6 into 5 ദാറ്റ് മീൻസ് 2 into 3 into 5 ആണ്. 2 into 3 6 ആണ്. 6 into 5 30 വരും. 24 നമുക്ക് എങ്ങനെ പറയാം? 6 into 4 ആണ്. ദാറ്റ് മീൻസ് 2 into 2 into 3 into 2 അല്ല എന്നുണ്ടെങ്കിൽ 2 into 3 അല്ലേ? അപ്പൊ അതിന്റെ HCF എന്ന് പറയുന്നത് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ 2നെ കൺസിഡർ ചെയ്യാം. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. 3നെയും കൺസിഡർ ചെയ്യാം. ഇവിടെ 5 ഉണ്ട്, പക്ഷെ ഇവിടെ 5 ഇല്ല. അപ്പൊ അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2 into 3 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ HCF എന്ന് പറയുന്നത് 6 ആണ്. HCF is equal to 6 ആണ്. ആ 6 ആയിരിക്കും ഏതിന്റെ സൈഡ് എന്ന് പറയുന്നത്? ആ ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി ഫൈൻഡ് ഈച്ച് സൈഡ് ഓഫ് ദ സ്ക്വയർ, അല്ലെങ്കിൽ സൈഡ് ഓഫ് ഈച്ച് സ്ക്വയർ. സൈഡ് ഓഫ് ഈച്ച് സ്ക്വയർ, എല്ലാ സ്ക്വയറും സെയിം ലെങ്ത് ആണ് കേട്ടോ. ചിലത് വലുതും ചിലത് ചെറുതും അങ്ങനൊന്നുമല്ല. എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആണ്. ഇനി നമ്പർ ഓഫ് പീസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ ഈ ഒരു റെക്ടാങ്കുലർ ഷീറ്റിന്റെ ഏരിയ എത്ര? 24 into 30 ആണ്. 24 into 30 ആണ്. 24 into 3 എന്ന് പറഞ്ഞാൽ 72 ആണ്. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? ഒരു സൈഡ് 6 ആണ്. ദാറ്റ് മീൻസ് ആ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 6 into 6. 6 into 6 ദാറ്റ് മീൻസ് 36 ആണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക? ഈ ഒരു ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഒരു സ്ക്വയറിന്റെ ഏരിയ ചെയ്യാം. ഓക്കെ, 72 ഡിവൈഡ് ബൈ 36 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 720 ഡിവൈഡ് ബൈ 36 എന്ന് പറഞ്ഞാൽ 20 ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR, നോക്കാം, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും AB is equal to PQ, angle A is equal to angle P, angle B is equal to angle Q. By which rule are triangles congruent? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. ജസ്റ്റ് ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചു, അതേപോലത്തെ ഒരു ട്രയാങ്കിൾ കൂടി വരക്കാം. ഓക്കെ, ABC PQR. ഓക്കെ, അപ്പോൾ AB is equal to PQ ആണ്, AB is equal to PQ ആണ്. അതുപോലെ തന്നെ ആംഗിൾ A is equal to ആംഗിൾ P ആണ്. അതുപോലെ തന്നെ ആംഗിൾ B is equal to ആംഗിൾ Q ആണ്. ആംഗിൾ B is equal to ആംഗിൾ Q ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് റൂൾ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആവുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ആംഗിള് സൈഡ് ആംഗിള്. ഓക്കെ, അപ്പോ ആംഗിൾ സൈഡ് ആംഗിൾ ASA ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ? ASA ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഇവിടെ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി ഈ മൂന്നാമത്തെ ആംഗിൾ എന്ത് ചെയ്യും? ഈക്വൽ ആവും. അപ്പോൾ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സൈഡ് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതും ഒബ്വിയസ്ലി അങ്ങനെ ആവൽ എന്ത് ചെയ്യും? നിർബന്ധിതമാവും. അല്ലാന്നുണ്ടെങ്കിൽ ആംഗിൾസ് എന്തായില്ല? ഈക്വൽ ആവില്ല. ഓക്കെ, അപ്പോൾ ASA ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ ആംഗിൾ സൈഡ് ആംഗിൾ ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ദ വെർട്ടെക്സ് angle is 40 degree. Find the base angles. Also, if a perpendicular is drawn from the vertex to the base, what type of triangles does it create and are they congruent? Okay, അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ കേസാണ് പറയുന്നത്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് സൈഡ്സും അതുപോലെ തന്നെ രണ്ട് ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. പിന്നെ നമ്മൾ ആ ട്രയാങ്കിൾ ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളും ഒബ്വിയസ്ലി 70 ഡിഗ്രി ആയിരിക്കും, ഈ ഒരു ആംഗിളും ഒബ്വിയസ്ലി 70 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഇത് 40 ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 140 വരണം. കാരണം ടോട്ടൽ സമ്മ് നമുക്ക് 180 ഡിഗ്രി വരണം. അപ്പോൾ 140യുടെ ഹാഫ് എന്ന് പറയുന്നത് 70, ഇവിടെയും നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് 70 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ബേസ് ആംഗിൾസ്. ബേസ് ആംഗിൾസ് നമ്മൾ ഓൾറെഡി കണ്ടു, 70യും അതുപോലെ തന്നെ 70യും ആണ്. ഓക്കെ, ആൾസോ ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ടു ദി ബേസ്, അപ്പോൾ ഈ വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഡസ് ഇറ്റ് ക്രിയേറ്റ് ആൻഡ് ആർ ദേ കോൺഗ്രുവന്റ്? അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ABCD. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ട്രയാങ്കിൾ ABDയും അതുപോലെ തന്നെ ട്രയാങ്കിൾ CBDയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്ത് ചെയ്ത്? ഈക്വൽ ആയി. അതുപോലെ തന്നെ ഇത് രണ്ടും 90 ഡിഗ്രി ആയി. അതുപോലെ തന്നെ
ഇത് കൃത്യമായിട്ട് എന്താണ് ബൈസെക്ടർ ആണ് വരിക. അതായത് ഇനിയിപ്പോ ബൈസെക്ടർ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ പോലും കൃത്യമായിട്ട് രണ്ട് ആംഗിൾസ് ഒരു ട്രയാംഗിളിന്റെ ഈക്വൽ ആയാലും ഇത് 70 ഇത് 70 ഇത് 90 ഇത് 90 ഒബ്വിയസ്ലി എന്ത് ചെയ്യും മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആവും. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്താണ് കോമൺ ആണ് അല്ലെ, ഒരു സൈഡ് ഈക്വൽ ആയി. അതുപോലെ തന്നെ ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ്, കാരണം ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ഒബ്വിയസ്ലി ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി വാട്ട് ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ആണ് ഫോം ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് അല്ലെ, കാരണം ഇവിടെ കൃത്യമായിട്ട് 90 ഡിഗ്രി വരുന്നുണ്ട്. സോ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഹൗ മെനി ലൈൻസ് ഓഫ് സിമെട്രി ഡസ് എ റെഗുലർ പോളിഗൺ വിത്ത് n സൈഡ്സ് ഹാവ്? വെരിഫൈ ഫോർ n is equal to 3, 4, 5 and 6. ഓക്കെ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഒരു റെഗുലർ പോളിഗണിന് n സൈഡുള്ള ഒരു റെഗുലർ പോളിഗണിന് എത്ര ലൈൻ ഓഫ് സിമെട്രി ഉണ്ടാവും എന്നുള്ളതാണ്. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ സൈഡ്സും ആസ് വെൽ ആസ് ആംഗിൾസും എന്തായിരിക്കും, കൃത്യമായിട്ട് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ സ്ക്വയർ ഒരു എക്സാമ്പിൾ ആണ്. സ്ക്വയറിന്റെ എല്ലാ സൈഡും എല്ലാ ആംഗിളും എന്താണ് ഈക്വൽ ആണ്. എല്ലാ ആംഗിളും 90 ഡിഗ്രി വെച്ചിട്ടാണ് വരിക. അല്ലെങ്കിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിന് നമ്പർ ഓഫ് ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് n ആയിരിക്കും. എത്ര സൈഡാണോ അത്രയും ലൈൻ ഓഫ് സിമെട്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ കേസിൽ വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ ഫസ്റ്റ് ലൈൻ ഓഫ് സിമെട്രി വരിക, ഇത് സെക്കൻഡ് വരും, ഇത് തേർഡ് വരും. ഓക്കെ, ഇനി ഒരു സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ 1, 2, ഇനി ഡയഗണൽ y 3, 4. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഈസിലി അതേപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി കോസ്റ്റ് ഓഫ് ഫെൻസിങ് എ സ്ക്വയർ ഫീൽഡ് at 15 per meter is 2400. Find the area of the field. നോക്കുക, കോസ്റ്റ് ഓഫ് ഫെൻസിങ്. ഫെൻസിങ് എന്ന് പറയുന്നത് വേലി കെട്ടാണ്. വേലി നമ്മൾ ഉള്ളിൽ കൂടി മൊത്തമായിട്ട് കിട്ടുമോ? ഇല്ല, ബൗണ്ടറിയിൽ മാത്രമേ നമ്മൾ വേലി കിട്ടുള്ളൂ. അതായത് പെരിമീറ്റർ എന്നുള്ളൊരു ഐഡിയയിലേക്കാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫെൻസിങ് എ സ്ക്വയർ ഫീൽഡ് ഈസ് 15 per meter. സ്ക്വയർ ഫീൽഡ് അറ്റ് 15 per meter ഈസ് 2400. അപ്പൊ കൃത്യമായിട്ട് നോക്കുക, പെരിമീറ്റർ ഇൻറ്റു 15 ആണ് നമുക്ക് എന്ത് ചെയ്യുക, 2400 റുപ്പീസ് വരാം. അതായത് ഒരു മീറ്ററിന് 15 രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഫെൻസ് ചെയ്യാൻ എടുക്കുന്നത്. അവിടെ ടോട്ടൽ ചെലവായത് 2500 രൂപയാണ്. അപ്പൊ പെരിമീറ്റർ ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 2400 എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2400 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 ആണ്. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ്, 480 ആണ്. ഓക്കെ, ഇനി 480 ഡിവൈഡ് ബൈ 3, 48 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്രയാ, 48 ഡിവൈഡ് ബൈ 3 നമുക്ക് ഏകദേശം 16 ആണ് വരും അല്ലേ. അപ്പോൾ 160 വരും. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 160 മീറ്റർ അല്ല, ഇവിടെ 160 മീറ്റർ ആണ് വരിക. ഓക്കെ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിന്റെ കേസിൽ 4 സൈഡും കൂടി ആഡ് ചെയ്തതാണ് പെരിമീറ്റർ വരിക. അപ്പോൾ 1 സൈഡ് എത്രയായിരിക്കും, ഒരു സൈഡ് 160 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 40 മീറ്റർ ആയിരിക്കും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏരിയ ആണ്. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലേ. അതായത് 40 ഇൻറ്റു 40 ഈക്വൽ ടു 1600 മീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക, ഏരിയ ആയിട്ട് അവിടെ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് ജോമെട്രിയിൽ ഒരുപാട് കൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. സോ കൂടുതൽ സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.